വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിൽക്കുമ്പോഴോ അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപഴകുന്ന സമയത്ത് അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചില പോസിറ്റീവ് ഗുണങ്ങളുണ്ടാവും, നെഗറ്റീവ് ഗുണങ്ങളുണ്ടാവും. അത് നമ്മളെക്കാൾ അനുഭവപ്പെടുന്നത് മറ്റുള്ളവർക്കായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. മൂൺ വന്നിട്ടുണ്ട്, അതുപോലെ 9 ഓഫ് സോഡ്സ് സെക്കൻഡ് കാർഡ്. ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നത് മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു നിഗൂഢമായിട്ടുള്ള ഒരിതാണ്. അതായത് ഒളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന, മീൻസ് മറ്റൊരാൾക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്നും പബ്ലിക്കായിട്ട് ഒന്ന് കാണിക്കണം എന്നുള്ള ആൾക്കാരായിരിക്കില്ല. നിങ്ങളൊന്ന് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയുന്നതോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ പ്രസൻസ് തന്നെ നിങ്ങൾ ആൾക്കാരോട് എത്ര ഇടപഴകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടേത് മാത്രമായിരിക്കും. അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനോ ഷെയർ ചെയ്യാനോ ഒന്നും താല്പര്യപ്പെടാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ചില സമയം ഇത് തെറ്റിദ്ധാരണകളും കൂടി ഉണ്ടാക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പറയാതിരിക്കുമ്പോൾ അവർ മേ ബി ഇതെന്താണെന്ന് വെച്ച് തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തോ ഒരു നിഗൂഢത ആൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫീലും കൂടി, എന്തോ ഒരു മറഞ്ഞു നിൽക്കുന്ന ഫീല് ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സീക്രട്ട് പോലെയാണ്. നിങ്ങളുടെ എനർജിയിൽ അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ആഴമുള്ള ആൾക്കാരായിട്ട്, അതായത് ഭയങ്കര ഡെപ്തുള്ള, ഇമോഷണലിയും ഭയങ്കര ഡെപ്തായിരിക്കും. എല്ലാ രീതിയിലും ആഴത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അതുപോലെ എല്ലാ രീതിയിലും ആഴത്തിൽ ഫീൽ ചെയ്യുന്ന ആൾക്കാർ, ഭയങ്കര ആഴത്തിലുള്ള ഒരു ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൗതുകം ഉണ്ടാവും നിങ്ങളുടെ ആളുകൾക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസൻസിൽ ഈ സെക്കൻഡ് കാർഡ് 9 ഓഫ് സോഡ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസൻസിൽ ആളുകൾ അവനവനെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാൻ നോക്കും. ചിലർക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് അവനവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, സ്വയം അവനവനിലോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരം എനർജിയാണ് നിങ്ങളത്. അതുകൊണ്ട് തന്നെ ഒരു നിഗൂഢമായിട്ടുള്ളൊരു ഫീലാണ് ആൾക്കാർക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് ഒരു നിഗൂഢത എന്നല്ല, നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് പിടികൊടുക്കാത്ത രീതിയിലുള്ള എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രസൻസിൽ ആളുകൾക്ക് അവരെക്കുറിച്ച് തന്നെ ഒന്നുകൂടി റീതിങ്ക് ചെയ്യാനും അവനവനിലോട്ട് കണക്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എനർജി കൂടി അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടും. എന്ന് കരുതിയിട്ട് നിങ്ങൾ നെഗറ്റീവ് ആണെന്നോ ഒന്നുമല്ല, വളരെ ശക്തമായിട്ടുള്ളൊരു ഊർജ്ജം ആയതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് തോന്നുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും ഫിയറോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ എന്തെങ്കിലും ഫീൽ ചെയ്യും. പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഒരു എനർജി പ്രസൻസ് എന്ന് പറയുന്നത് കുറച്ച് അവനവനെ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്യുക, അവനവൻ്റെ ചെയ്യുന്ന കാര്യങ്ങളും അവനവൻ ചിന്തിക്കുന്ന കാര്യങ്ങളും എല്ലാറ്റിനും ഒരു ആത്മപരിശോധന നടത്തുന്ന രീതിയിലുള്ള ഒരു എനർജിയിലേക്ക് അവർ വരും. അതായത് അവരവൻ്റെ ഉള്ളിലെ എന്തെങ്കിലും ഭയങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ട് അവർക്ക് ഓപ്പണായി കിട്ടും. കുറേ കാര്യങ്ങൾ അവർക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ കുറേ കൂടുതൽ ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്പണിങ്ങോ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു എനർജി പ്രസൻസ് അവർക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും, മറ്റാരോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് നിങ്ങളുടെ ആ ഒരു എനർജി പ്രസൻസിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അതല്ല നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ
അടുത്തധികം നിൽക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. അധികം ആൾക്കാർക്ക് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. പിന്നെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് പലതരത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൊണ്ട് പലവിധ ധാരണകളാണ്. അതായത് ഞാനിപ്പോൾ 2 കാർഡ്സ് വായിച്ചു, മൂൺ കാർഡും അതുപോലെ 9 ഓഫ് സോർട്സും. അപ്പോൾ ഈ 2 കാർഡ്സിൽ ഞാൻ പറഞ്ഞതുപോലെയല്ല, പല ആൾക്കാർക്ക് പല രീതിയിലാണ്. അതങ്ങനെ ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്സ് കാണിക്കുന്നത്. കുറേ പല രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. പെട്ടെന്ന് ആർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മനസ്സോ ഒരു വ്യക്തിയോ അല്ല നിങ്ങൾ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയിരിക്കും. ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരോടും പെരുമാറുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. അതെല്ലാവരും അങ്ങനെ ആണല്ലോ. നമ്മൾ ചിലരോട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറും, ചിലരോട് ഡിസ്റ്റൻസ് ഇടും. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ 7 ഓഫ് കപ്സ് കാണിക്കുന്നത്. അതുപോലെ എംപ്രസ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസൻസിൽ ആളുകൾക്ക് ഭയങ്കര ഒരു നിറവ് ഫീൽ ചെയ്യും. ഭയങ്കര ഒരു നിങ്ങളുടെ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. മേ ബി നിങ്ങൾ നല്ല ഫിസിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഹാൻസം ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ എനർജി ഇനി അതൊന്നും ഇല്ലെങ്കിലും, ഇല്ലാത്തവരില്ല, ഓരോരോ ആൾക്കാർക്കും ഫിസിക്കലി അവരവരുടേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ എംപ്രസ് എനർജിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്ത്രീത്വത്തെയാണ് കാണിക്കുന്നത്. പ്രകൃതിയുടെ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് ഫെമിനൈൻ എനർജിയാണ്. നിങ്ങളോട് ആര് എന്ത് സംസാരിക്കാൻ വന്നാലും, ഈവൺ ഒരു പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ച് പോയവർക്കും നിങ്ങളോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അവർ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ ആർക്കും പോകാനും പറ്റില്ല. പിന്നെ ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് വെച്ചാൽ ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നിങ്ങളോട് ആളുകൾക്ക് സംസാരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് ചില സമയം നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റണമെന്നില്ല. അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ 9 ഓഫ് കപ്സ് കാണിക്കുന്നത്. മീൻസ് അവർക്ക് എന്തെങ്കിലും അവരുടെ ഉള്ളിലുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുമോ, അങ്ങനെയുള്ള ഒരു ധാരണ. അവർ ഉള്ളിൽ വേറെ ഒന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങളോട് പുറത്ത് വേറെ ഒന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ള ഒരു ഫീലാണ് അവർക്കുണ്ടാവുക. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫീലാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആളുകൾ സംസാരിക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടൊക്കെയാണ് സംസാരിക്കുക. മനസ്സിൽ ഒന്ന് വച്ച് പുറത്ത് വേറൊന്ന് നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആളുകൾക്ക്. പിന്നെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോർട്സ്, ഡെത്ത് കാർഡ്. മീൻസ് ഒരു പല ആൾക്കാർ നിങ്ങളെ കാണുന്നത് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ അതിൽ തൃപ്തിപ്പെടുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും എന്നുള്ളൊരു രീതിയിലും കൂടി ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. എന്ത് നെഗറ്റിവിറ്റി വന്നാലും നിങ്ങൾ അതിനെ ഡീൽ ചെയ്യും. ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ നിങ്ങളെക്കുറിച്ച് ധരിക്കുന്നുണ്ട്. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവരെ നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാകാം. ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ചില ആൾക്കാരുടെ ലൈഫിലെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിട്ടുണ്ടാകും. അവർ ചിന്തിച്ച ചിന്തകളോ അല്ലെങ്കിൽ അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളോ ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ പുതിയ എന്തിലോട്ടേക്കെങ്കിലും അവരൊന്ന് കണക്റ്റ് ആയിട്ടുണ്ടാകും. പല ആൾക്കാരുടെയും ലൈഫിലെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് എന്തെങ്കിലും നിങ്ങളുടെ ഒരു സംസാരം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പയർഡ് ആകുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊണ്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ കണ്ടുമുട്ടിയ ശേഷം പല ചിന്തകളിൽ നിന്നും പുറത്തു വന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ വഴിമുട്ടി നിന്ന ആൾക്കാർക്ക് നിങ്ങളൊരു പ്രചോദനമായിട്ടുണ്ടാകാം. നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ചില സമയം നിങ്ങൾ ഭയങ്കര ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ജാട അല്ലെങ്കിൽ ഭയങ്കര ഗമയോടെ അഹങ്കാരത്തോടെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതായിരിക്കും ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. അപ്പം അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളോട് ആൾക്കാർക്ക് ഫസ്റ്റ് ഒന്ന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് തോന്നും. ചില സമയത്ത് നിങ്ങളോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകാം, ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഭയങ്കര അഹങ്കാരമാണ്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്.
മേ ബി നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ സംസാരിച്ചവർ നിങ്ങളെ വിട്ടു പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്ത ആൾക്കാരും അടിച്ചു നിന്ന് സംസാരിക്കാത്ത ആൾക്കാരും ഇവിടെ ഉണ്ടാകാം. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഒരു അഹങ്കാരമുള്ള അല്ലെങ്കിൽ അധികം ആരോടും സംസാരിക്കാത്ത രീതിയിലുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഏസ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാര്യം സെയിം തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. മേ ബി പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം അവരുടെ ലൈഫിലൊരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് മിണ്ടാൻ കുറച്ചൊരു ഭയോ അല്ലെങ്കിൽ ഒരു മടിയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ ആളുകൾ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള എല്ലാതരം പ്രശ്നങ്ങളും അവരാരോടും സംസാരിക്കാത്ത ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അത് നിങ്ങളൊന്ന് മാനേജ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളുടെ എനർജി അവിടെ കുറച്ച് ഡ്രെയിൻ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഒരു പ്രകാശം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ മേ ബി അത് അറിയുന്നുണ്ടാവില്ല. ബട്ട് അവിടെ ചില ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് അങ്ങനെ എനർജി പോകുന്ന സമയത്ത് നിങ്ങളുടെ എനർജി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് ഇവിടെ സ്റ്റാർ കാർഡ് കാണിക്കുന്നത്. മുന്നോട്ടേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ധൈര്യം നിങ്ങളുടെ വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കൊണ്ടോ നിങ്ങളുടെ ആ ഒരു എനർജി പ്രസൻസ് കൊണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടാകാം. ഇവിടെ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് കാണുന്ന പല ആൾക്കാരും സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അത് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാർഡാണ്. അതായത് ഈ ഒരു കാർഡിൽ നിങ്ങളുടെ ഈ കാർഡ് നോർമലി ഹീലിങ്ങിനെയൊക്കെ കാണിക്കും. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ജേണിയിലുള്ള ഗ്രോത്തിനെ കാണിക്കും, എൻലൈറ്റ്മെൻറ്റിനെ കാണിക്കും. അപ്പം നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പവറിന് ആ ഒരു ലൈറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയും ഇതായിട്ടുള്ള ഒരു ലൈറ്റ് ബോഡി ഉണ്ട്. നിങ്ങളുടെ ഒരു സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ ഒരു എനർജി ഡ്രെയിനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോഴും നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. അപ്പം നിങ്ങളെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പയർഡ് ആകുന്നുണ്ട്, മറ്റുള്ളവരുടെ ലൈഫിൽ പുതിയ തുടക്കം കുറിക്കുന്നുണ്ട്. എന്നാൽ പല ആൾക്കാരും നിങ്ങൾ അഹങ്കാരികളെന്നോ ഗമയുള്ള ആൾക്കാരെന്നൊക്കെ മുദ്ര കുത്തുന്നുണ്ട്. പിന്നെ പല എനർജീസാണ്. 7 ഓഫ് കപ്സ് അതാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കുറേ എനർജീസ് ഇവിടെ വരും. മീൻസ് പല ആൾക്കാർ പല രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. അതങ്ങനെ ആണല്ലോ. അപ്പം അതിവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.